ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നൂഡിൽസ് വെച്ചിട്ടുള്ള ഒരു കിടു ഐറ്റമാണ്. ഇത് പൊറോട്ടയുടെ കൂടി അതുപോലെ തന്നെ നാൻ, ബ്രെഡ്, ബണ്ണ് ഇതിൻ്റെ കൂടെ ഒക്കെ നല്ല മാച്ചായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തുള്ള ഇപ്പി നൂഡിൽസാണ്. അപ്പോൾ ഇതിൽ നിന്നൊരു 3 എണ്ണം എടുക്കുക. 4 എണ്ണം ഉണ്ടാകും ഒരു പാക്കറ്റിൽ. അതിൽ 3 എണ്ണം എടുക്കുക. അതിൽ 2 എണ്ണം നമ്മൾ ആദ്യം ഒന്ന് വേവിച്ചെടുക്കുക. ഇനി പാൻ എടുക്കുക. നമുക്ക് നൂഡിൽസ് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഉടച്ചു കൊടുക്കുക, ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടും. ഇപ്പോൾ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബൗളിലോട്ട് മാറ്റി വെക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയന്, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, പിന്നെ ഇതിലേക്ക് കുറച്ച് പൊടികൾ വേണം. അപ്പോൾ അത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് നൂഡിൽസ് ഉരുട്ടുമ്പോൾ ഒന്ന് ശരിക്കായിട്ട് ഉരുണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണിത്. ഇത് 2 പൊടികളും ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു പാക്കറ്റ് ഇപ്പി മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ലാസ്റ്റായിട്ട് ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെന്നില്ല, ഓപ്ഷണലാണ്. പിന്നെ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും ഇത് ചേർത്ത് കൊടുത്താൽ. ഇനി ഇത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരെണ്ണം എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഇതാ ഇതുപോലെ തന്നെ ബോൾസ് ആക്കിയെടുക്കുക. അല്ലെങ്കിൽ ഓവൽ ഷേപ്പോ എങ്ങനെ വേണമെങ്കിലും ആക്കിയെടുക്കുക. ഇപ്പോൾ എല്ലാം ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നൂഡിൽസിൻ്റെ ഇതിലൊന്ന് ഉരുട്ടിയിട്ടെടുക്കുക. അതാ ഇതുപോലെ നൂഡിൽസ് കൊണ്ടൊന്ന് എല്ലാം കവർ ചെയ്തിട്ടെടുക്കുക. ഇനി പാൻ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോ ബോൾസും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇടയ്ക്കൊന്ന് ഇതൊന്ന് കുറച്ചൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. 2 സൈഡും മറിച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ നൂഡിൽസ് ബോളൊക്കെ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതേ സ്റ്റേജിൽ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. ഇങ്ങനെ കഴിക്കേണ്ടവർക്ക് ഇങ്ങനെ കഴിക്കുക. ഇങ്ങനെ കുറച്ച് ഗ്രേവി ആയിട്ട് വേണ്ടവർക്ക് ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഗ്രേവി തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ നൂഡിൽസ് ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിലിൽ നിന്ന് തന്നെ കുറച്ചെടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോഴേക്ക് അതിൽ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായി ചൂടായി വരുമ്പോൾ ഒരു സവാള സ്ക്വയറാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഒരുപാടൊന്നും വഴന്നു വരണ്ട. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് ക്യാപ്സിക്കം ഒരു 1/2 കപ്പോളം ഉണ്ടാവും സ്ക്വയറാക്കി കട്ട് ചെയ്ത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി,
ഇനി 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂണ് സോയാ സോസ്, ഇനി നമുക്കിത് വഴന്ന് വരുമ്പോഴേക്ക് ഇതാ 1 കപ്പ് കോൺഫ്ലോർ ചേർത്തിട്ടുള്ള മിക്സിംഗ് ആണിത്. അപ്പോൾ ഇത് 1 കപ്പിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇത് കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ട് ഈ ഗ്രേവി ഒന്ന് തിക്കായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഗ്രേവി തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നൂഡിൽസ് ബോൾ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ നൂഡിൽസിൻ്റെ ബോൾ ഇടുന്നതിൻ്റെ തൊട്ട് മുന്നേ ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ ഇതാ നമ്മുടെ കിഡു ഐറ്റം റെഡി ആയിട്ടുണ്ട്. ചില്ലി ഗ്രേവി അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും കൂടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം.